കൂത്താട്ടുകുളത്ത് ഉപ്പുകണ്ടം സ്റ്റോറിൽ വെച്ചിട്ട് നമ്മൾ ലൂംസ് ഓഫ് ലക്ഷറി ബൈ അഹം എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഇനാഗ്രേഷൻ നടന്നിരുന്നു. അന്ന് ഞാൻ വെയർ ചെയ്തിരുന്ന സാരിയാണ് ഈ ബ്ലാക്ക് കളറിലെ സാരി. അപ്പം അന്ന് ഈ ബ്ലാക്ക് കളർ സാരിയിൽ ഫുൾ സിമ്പിളായിട്ടുള്ളൊരു സാരി ആൻഡ് അതിൻ്റെ ബ്ലൗസിൻ്റെ ബാക്കിലായിരുന്നു നമ്മൾ ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിരുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ബാക്കിലെ വർക്ക് വന്നിരുന്നത്. അപ്പം പ്യുവർ ദേശി ടെസറിനകത്ത് ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഇതുപോലായിരുന്നു എൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരുന്നത്. ഈ ഒരു ലുക്കായിരുന്നു ഞാൻ അന്ന് ഉടുത്ത സാരിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു നല്ല ഭംഗിയുള്ള സാരിയാണ്, ദേശി ടെസറിലാണ്, ഹാൻഡ്ലൂം സാരിയാണെന്ന് എല്ലാം അറിഞ്ഞു. പക്ഷേ നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ ബ്ലാക്ക് അല്ലേ, ആ വർക്ക് ബാക്കിലുണ്ടായിരുന്നതൊന്ന് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ദേശി ടെസറിനകത്ത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു എലിഫൻറ്റ് ബ്ലാക്ക് ഗ്രേ അല്ലേ, ബ്ലാക്കിഷ് ഗ്രേ ടോണിൽ ഗൗരി അവിടെ ഇരിപ്പുണ്ട്. ആ സെയിം സാരി നമ്മൾ റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് സെയിം പാറ്റേൺ സ്റ്റൈൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നേരത്തെ അത് ബാക്കിലാണ് വന്നിരുന്നതെങ്കിൽ ഇത് ചെസ്റ്റ് പോർഷനിലും പല്ലൂലുമായിട്ടാണ് നമ്മളതിൻ്റെ വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഫുള്ളായിട്ട്. അപ്പം ഈ ഫോട്ടോ വെബ്സൈറ്റിലുണ്ടാവും, DN717 എന്ന കോഡിൽ ഈ ഫോട്ടോ വെബ്സൈറ്റിലുണ്ടാവും. അതുകൂടാതെ തന്നെ ഇപ്പം ഈ ഗൗരി ഇങ്ങനെ ഡ്രേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോയും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അന്ന് ഡ്രേപ്പ് ചെയ്തിരുന്ന ബ്ലൗസ് ഇത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സെൽഫ് കളറിലെ റെയിൻബോ സീക്വൻസ്, ബ്ലാക്ക് കളറിലെ റെയിൻബോ സീക്വൻസ് ആണ്. ആ ഫോട്ടോയ്ക്കകത്ത് കാണുമ്പോൾ ഒരു ഗോൾഡൻ ടിൻറ്റ് തോന്നുന്നുണ്ടാവും. അത് അവിടെ നിന്ന് വീഡിയോ എടുത്തതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഇത് കാഞ്ചീപുരം ടിഷ്യൂ മെറ്റീരിയലിൽ ആണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു ഷാംപെയിൻ പിങ്ക് ഷെയ്ഡാണ്. ഷാംപെയിൻ പിങ്ക് ഷെയ്ഡിൽ ടിഷ്യൂ മെറ്റീരിയൽ വെച്ചിട്ടാണ് ആപ്ലിക്ക് ചെയ്തിരിക്കുന്നത്. അതേ സെയിം ഡിസൈനാണ് നമ്മുടെ ചെസ്റ്റ് പോർഷനിലും വന്നിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ ബോഡിയിൽ നമ്മൾ സ്കാറ്ററിംഗ് വർക്ക് കൊടുത്തിട്ടില്ല, ഹാൻഡ് വർക്ക് ചെയ്ത് ടാസിൽസ് ഫിക്സ് ചെയ്ത് വരാനുള്ളത് ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആ വർക്ക് കണ്ടപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ളത് കൊണ്ട് ഞാനതങ്ങ് ക്ലിയർ ചെയ്തതാണ്. അപ്പം ഫുള്ളായിട്ട് ചെസ്റ്റ് പോർഷനിലുണ്ട്. ചെസ്റ്റ് പോർഷൻ അത്യാവശ്യം ഒരു ഇച്ചിരി വലിയൊരു ബൂട്ടയാണ്, ഓൾമോസ്റ്റ് ഒരു ചെസ്റ്റിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ലുക്കിൽ. എന്നാൽ പിബ് വരുന്ന പോർഷനിൽ അതായത് നമ്മുടെ പിങ്ക് ഷാമ്പെയിൻ ഗോൾഡിൻ്റെ സെയിം കളറിൽ വരുന്ന സീക്വൻസ് കൊടുത്തിട്ടാണ് എൻ്റെ പിപ്സ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് നേരത്തെ സാരിയിൽ പല്ലുവിൻ്റെ പോർഷനിൽ ഇതുപോലത്തെ ഒരു കോർണർ ഡിസൈൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 1 ലെയർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ലോവർ എൻഡിൽ ബാക്കിലായിട്ട് കോർണറിൽ വരുന്നത് പോലെയാണ്. നേരത്തേതിനകത്ത് ബാക്കിലായിരുന്നു, അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ തൊട്ട് താഴെയായിട്ടായിരുന്നു ബൂട്ട ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒത്തിരി പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു അത് ഫ്രണ്ട് പോർഷനിലോ പല്ലുവിൻ്റെ അറ്റത്തും ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു ഡിസൈൻ വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം പ്രൈസിങ്ങിൽ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് കളറിൽ പല്ലുവിൻ്റെ പോർഷനിൽ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ടാസിൽസ് വിത്ത് ടാസിൽസോട് കൂടി തന്നെയായിരിക്കും വരുന്നത്. ബോഡിയിൽ സ്കാറ്ററിങ്ങും ഉണ്ടാവും. ആൻഡ് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അപ്പം 3 ഡിഫറെൻറ്റ് ബൂട്ടാസ് വന്നിട്ടുള്ള പ്യുവർ ഹാൻഡ് വോവൺ ദേശി ടെസർ ഫാബ്രിക്. ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതിൻ്റെ അറ്റത്തെ ആ അൺഈവൻ ഫിനിഷിംഗ് ആണ് കേട്ടോ. ഹാൻഡ് വോവൺ ദേശി ടെസറിനകത്ത് വരുന്ന ഈ ഒരു അൺഈവൻ ഫിനിഷിംഗ് ആണ് എൻ്റെ. ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാമായിരിക്കും അല്ലേ. ഇതാണ് എൻ്റെ. ഇതിൽ ഏത് സൈഡാണ് നല്ല സൈഡെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും അത് അത്രയും ഡിഫിക്കൽട്ടായിരിക്കും. 2 സൈഡും ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ കളക്ഷൻ DN717 എന്ന കോഡിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം ചെക്ക് ഇറ്റ് ഔട്ട് എന്ന വെബ്സൈറ്റ് www.aham.store. DN717 എന്ന കോഡിൽ തന്നെ അന്ന് ചെയ്തിരുന്ന സെയിം കോഡിൽ തന്നെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഡിസൈൻ പ്ലേസ്മെൻറ്റിന് ചേഞ്ച് ഉണ്ട്. ഡിസൈൻ പ്ലേസ്മെൻറ്റിന് നമുക്ക് ആ ഒരു ബാക്കിൽ ഇനി ആ മോട്ടീഫ് വരത്തില്ല. നമുക്ക് അതിനകത്ത് ഫ്രണ്ടില് ചെസ്റ്റ് പോർഷനിലും പല്ലുവിലും ആയിട്ടുള്ള മോട്ടീഫാണ്. ബ്ലൗസിന്റെ ബാക്കിൽ നമുക്ക് ഇതേപോലെ തന്നെ സെൻറ്റർ പ്ലേസ്മെന്റ് ആയിട്ട് ബ്ലൗസിന്റെ ബാക്കിൽ അതിനകത്ത് വേറൊരു സീക്വൻസ് വന്നിട്ടുള്ള ഒരു ഹാൻഡിലും കൂടി. ഇത് ഫുൾ ബോഡിയിൽ വരുകയും ചെയ്യും കേട്ടോ. സാരി ഫുള്ളായിട്ട് ഇപ്പോൾ ഫിനിഷ് ചെയ്യാത്ത കാരണമാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഫുൾ ബോഡിയിൽ ഇതുപോലത്തെ സീക്വൻസ് ഫിനിഷിങ് വരുകയും ചെയ്യും. ചെക്ക് ദീസ് കളക്ഷൻ ഇൻ അവർ വെബ്സൈറ്റ് www.aham.store. നമുക്കിന്ന് കുറച്ച് കോട്ടൺ സിൽക്സ്, പക്ഷെ നമ്മൾ എപ്പോഴും കോട്ടൺ സിൽക്ക് എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് ഒരു ബ്ലെൻഡഡ് മെറ്റീരിയൽസിനെ നമ്മൾ പലപ്പോഴായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് പ്യുവർ കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ള ഒരു. ഞാനിവിടെ വന്ന് നിൽക്കുന്നൊന്നും കാണുന്നില്ലേ, ഫുൾ വീഡിയോക്കകത്താണോ? ഞാൻ വിചാരിച്ചോളൂ എന്തോ ചെയ്തോണ്ട് നിൽക്കുകയാണ്. ഞാൻ ആക്ച്വലി ഒരു SUFന്റെ കോട്ടൺ സാരീസ് ഉണ്ടല്ലോ, ഒരുപാട് ക്രിസ്മസിനൊക്കെ പറ്റുന്ന വൈറ്റ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നായിരുന്നു. അന്ന് നമുക്കിപ്പോൾ അത് ആദ്യം കണ്ടിന്യൂ ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തത് ഞാൻ കാണിക്കാം.
ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും ഒരു 3 കോട്ടൺ സിൽക്ക് സാരീസ് ആണ്. ആക്ച്വലി നമ്മൾ ഇപ്പം വന്നിരുന്ന കസ്റ്റമർ കണ്ടായിരുന്നു, അത് നമ്മുടെ സാരി തന്നെയാണ് കൊടുത്തിരുന്നത്. അത് ആ കോട്ടൺ സിൽക്ക് ബേസിനകത്ത് ജെറി ബോർഡേഴ്സ് വന്നിരുന്നത്. ഇതിപ്പം അത്രയും ഫ്ലാഷി ആയിട്ടുള്ള ജെറി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അല്ലേ, ഇതൊരു ഭയങ്കര സട്ടിൽ ലുക്കാ. നല്ല കളേഴ്സും ആട്ടോ, നല്ല കളേഴ്സ്. ഇച്ചിരി ഒതുങ്ങിയിരുന്നേ, ഇച്ചിരി വലിയൊരാൾക്ക് ഇരിക്കാനുണ്ട്. ഇമ്മിണി വലിയൊരാൾ, നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ആൻഡ് ഇതിനകത്തൊക്കെ നമുക്ക് ഇത് ഹാൻഡ് വോൺ അല്ലേ? അതെ, ഹാൻഡ് വോൺ ആയിട്ട് വന്നിരിക്കുന്ന നല്ല കോട്ടൺ സിൽക്ക് സാരീസ് ആണ്. ആൻഡ് അതിന്റെ ആ ജെറി ഒരു എന്തുവാ, നമുക്കൊരു പെൻസിൽ ജെറി എന്നൊക്കെ പറയാം. ഇത് ബ്ലാക്ക് ചേർന്നിട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡിന്റെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. അതായത് നമ്മുടെ നീംസറി കൺസെപ്റ്റിനകത്തൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഇതാണ്. എന്നാൽ പെട്ടെന്ന് കണ്ടാൽ കോട്ടൺ സിൽക്ക് ആണോ ചന്തേരി ആണോ എന്നൊക്കെ നമുക്കൊരു കൺസേൺ തോന്നുന്ന രീതിയിൽ റിച്ച് ആയിട്ടുള്ള പല്ലുവാണ്. ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ട് വേറെ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. ഏത് പ്രൈസ് റേഞ്ചിലൊക്കെ അവർ ഇത് വന്നേക്കുന്നത്? ഇത് 4799 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസിനും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് എനിക്ക് ഇതിപ്പം വേറെ കാര്യം ഞാൻ എടുത്ത് പറയുന്നത്, അതിൻ്റെ ഒരു ഫാബ്രിക്കിൻ്റെ ഇത് കാരണം ഞാൻ പറയുന്നതാണ്. ഇത് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും പറ്റും, എന്നാലും പ്രായമുള്ളവർക്ക് കൊടുക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. സത്യം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊക്കെ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ മെയിനായിട്ട് ടെസർ, ചന്തേരി, മഹേശ്വരി അങ്ങനത്തെ സാരികളാണ് കൊടുക്കുന്നത്. അപ്പോൾ മെയിൻലി പ്രിൻറ്റഡും അതുപോലത്തെ ബോർഡർ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്ന സാരീസിൻ്റെ കൂട്ടത്തിൽ ഈ സാരി ആണെങ്കിൽ ഒരു വെഡിങ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സിൽക്ക് കൊടുത്ത ആ ഒരു ഫീലും എന്നാൽ സട്ടിൽ വെയിറ്റിൽ കൂടെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള സിമ്പിൾ ഗോൾഡ് ജ്വല്ലറിയുടെ കൂടെ അങ്ങനെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ പാറ്റേൺ സ്റ്റൈലിങ്ങിൽ ബ്ലൗസസ് ചെയ്യാം, കോൺട്രാസ്റ്റ് ബ്ലൗസസ് ചെയ്യാം. കോൺട്രാസ്റ്റ് ബ്ലൗസസ് നല്ല രസമുള്ള കളേഴ്സ്. ആക്ച്വലി കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ഇന്നത്തെ കളക്ഷൻ്റെ അകത്ത്. അതെ, നേരാട്ടോ. ഇതിപ്പം ഈ കോമ്പിനേഷൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ബർഗൻഡി പോലത്തെ ഷെയ്ഡ്സ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കോമ്പിനേഷൻ കണ്ടോ, ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു. കംപ്ലീറ്റ്ലി ലുക്കേ ഡിഫറെൻ്റ് ആവും. ആ ഒരു കിങ്ഫിഷർ ബ്ലൂവും ഈ ഒരു ഒണിയൻ പിങ്കും, ഗ്രീൻ എൻ്റെ സ്ഥിരം ഗോ ടു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ നല്ലതാണ്. ആ ഒരു ബ്രദറിന്റെ ഫംഗ്ഷനൊക്കെ. അപ്പം അങ്ങനത്തെ കോമ്പിനേഷൻസിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട്, അതായത് അമ്മയ്ക്ക് ഈ സാരി മേടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് എടുത്താൽ വർക്കാവുന്ന കോമ്പിനേഷൻസ്. രണ്ടു പേർക്കും ഡിഫറെന്റ് സ്റ്റൈലിങ്ങിൽ ചെയ്യാം. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും സ്ലീവ്ലെസ് ബോട്ട് നെക്ക് ബ്ലൗസസ് ആണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പൊതുവെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ലുക്കിനും നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഇതും ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആണ്. വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഗൗരി അപ്പോൾ വയലറ്റ് എടുത്തോ. ഞാൻ ഈ ഇതെന്താ അതിന്റെ കളർ എന്ന് പറയണ്ടേ, ഒരു ഗ്രേഷ് അല്ലേ, ഗ്രേഷ് പേർപ്പിൾ ചിന്റാണ് ഈ സാരിയിൽ വരുന്നത് കേട്ടോ. ഈ രണ്ട് ലുക്കും സെയിം വീവിങ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് തുറന്നാക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ കമ്പാരിസൺ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാമല്ലോ. അത് ഭയങ്കര രസമുള്ള ഒരു കളറാണ് കേട്ടോ. അതിനകത്ത് റെയർ ഷെയ്ഡാണ്. ഇതും നല്ല ഭംഗിയുള്ള കളറാണ് അല്ലേ. ഇത് ബ്രൈറ്റ് ആണ്. ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തത് അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ലുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. കാരണം ആ ഒരു വൈബ്രൻറ്റ് ലുക്ക് ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ ആ ഒരു സട്ടിൽ വൈബ് കളർ ഇഷ്ടമുള്ളവർക്കും നല്ലൊരു ഓപ്ഷനാണ് ഇന്നത്തെ ഈ ഒരു സാരീസ്. ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന സാരീസാണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്കാണ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പ്യുവർ ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്ന കോട്ടൺ സിൽക്ക് സാരീസ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും അധികം പോസിറ്റീവായിട്ടുള്ള വൈബ്. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് ഇപ്പം യങ്സ്റ്റേഴ്സ് ആണെങ്കിലും സാരി ഉടുക്കാൻ അത്രയും പരിചയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ പോലും സാരി ഉടുക്കുന്നുള്ളൊരു ഫീല് തോന്നാത്ത രീതിയിൽ ഓടിച്ചാടി പോകാൻ. അതായത് മെയിൻലി നമ്മളിപ്പോൾ സ്ഥിരം അതെ നമ്മൾ സ്ഥിരം സാരി ഉടുക്കുന്നത് കൊണ്ട് ഇപ്പം അതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് നേച്ചർ അല്ലേ. ഞാൻ പൊതുവെ അടങ്ങിയിരിക്കുന്ന നേച്ചർ അല്ലാത്തത് കൊണ്ട് ഞാനും ഗൗരിയൊക്കെ ഒരേ ഇതാണ്. പക്ഷേ ഗൗരീനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഇച്ചിരിയും കൂടെ ഏജ് വന്നതിൻ്റെ പുറത്ത് ഒരു ഇച്ചിരി ഒരു ഒതുക്കമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതല്ലാതെ നേച്ചുറലി നമ്മൾ ഓടിച്ചാടി നടക്കുന്നവർക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസസ്, ബ്രൊക്കേഡ് ബ്ലൗസസിൻ്റെ ഒക്കെ കൂടെ, അതായത് ഈ കളേഴ്സിലെല്ലാം നമുക്ക് ബ്രൊക്കേഡ്സും അവൈലബിൾ ആണ്. ബ്രൊക്കേഡ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് ആക്ച്വലി. ബ്രൊക്കേഡ്സിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് പെയർ ചെയ്ത് സ്റ്റൈലിംഗ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് 4700 സംതിങ് റേഞ്ച്, 4799 പ്രൈസ് റേഞ്ചിലാണ് ഇതിൻ്റെ സാരീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് കണ്ടത്. റെഡി ഫോർ ഡെസ്പാച്ച് ആണ്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ ഡെസ്പാച്ച് ടൈം ഒന്ന് ചെക്ക് ചെയ്തേക്കാം അല്ലേ. പ്രീ ബുക്കിംഗ് ചിലപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്സ് തീർന്നു കഴിയുമ്പോൾ നമ്മളത് പ്രീ ബുക്കിംഗ് കാറ്റഗറിയിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ അതുകൊണ്ട് അത് പർച്ചേസ് അർജൻറ്റിലായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് റീസെൻറ്റ് ഡേയ്സിലാണ് അത് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഡെസ്പാച്ച് ഡേറ്റ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാം. വീണ്ടും കാണാം ഇതുപോലത്തെ
ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് ഒരുപാട് നമ്മൾ ട്രെൻഡിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ട്രഡീഷണൽ ലുക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു വ്യത്യാസം ഇതിനകത്ത് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ സാരി കംസ് വിത്ത് എ കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഇതിൻ്റെ ആ ഒരു ഫുൾ കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന ആ ഒരു ബോർഡർ ഭയങ്കര രസമുള്ള കളർ കോമ്പിനേഷനാണ്. ഇറ്റ്സ് എ വെരി ട്രഡീഷണൽ കാഞ്ചീപുരം ലുക്ക്. നമുക്ക് പ്യുവർ കാഞ്ചീപുരത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സാരിയാണ്, ഹാൻഡ് വോവൺ സാരിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ കോമ്പിനേഷൻ വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ബോർഡർ, ആ ഒരു നമ്മൾക്ക് ആ ഒരു തമിഴ്നാട് ആ ഒരു കാഞ്ചീപുരം ഏരിയയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ആ ഒരു ഈവൻ മധുര ആണെങ്കിലും ഒക്കെ ആ ഒരു ടെമ്പിൾ ആർക്കിടെക്ചറും അതിൻ്റെ ഭംഗിയും അത് നമ്മൾ റിലേറ്റ് ചെയ്യത്തില്ല. ഈ ഒരു കളർ പാലറ്റ് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ പിക്ചർ ഓൾ ദോസ് ഡീറ്റെയിൽസ്. ഭയങ്കര രസമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കാഞ്ചി കോട്ടൺ സാരീസിൻ്റെ അകത്തും ഇതേ ബോർഡേഴ്സ് നമ്മൾ കാണാറുണ്ട്. കാഞ്ചി കോട്ടൺ ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ കാഞ്ചീപുരത്തിൻ്റെ ഒരു ഫുൾ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. So this also have that very essence to it. And ഇതിൻ്റെ ബോഡിയിൽ ഗ്രേ ഷെയ്ഡിൻ്റെ അകത്ത് ഫുള്ള് സെറിയുടെ ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു സാരിയാണ്. യുണീക്ക് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു ട്രഡീഷനെ അത്രയും എംബ്രേസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ യുണീക്നെസ് നമുക്ക് തോന്നുകയും ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്കാണെങ്കിലും ഒക്കെ, ഇപ്പോൾ ബ്രൈഡിൻ്റെ അമ്മമാർക്കാണെങ്കിലും ഒക്കെ കൊടുക്കാനും ഭയങ്കര ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. നല്ല പ്രൈസ് റേഞ്ചും അതിനകത്ത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ബോട്ടിൽ ഗ്രീൻ, ആ ഒരു റസ്റ്റി ബ്രിക്ക് ടോൺ, ദെൻ പ്യുവർ ആ ഒരു മറൂൺ ഷെയ്ഡ്, ഇതെല്ലാം കൂടി നമുക്കതിന് ഭയങ്കര ഭംഗിയായിട്ട് നല്ല യെല്ലോ ഗോൾഡിൽ വന്നിട്ടുള്ള സെറിയാണ് കേട്ടോ. നല്ല സെറിയാണ്. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട്. ES 129 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പല്ലു ഓൾസോ സംതിങ് ഐ മിസ് ടു മെൻഷൻ. You would have already seen it, but this is a beauty. Check it out.